ഹായ്, എല്ലാവർക്കും എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളൊരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഒക്കെ പലയിടത്തും സംഭവിക്കാറുണ്ട്. അതായത് റിലേഷൻഷിപ്പായി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അവിടെ ബ്രേക്കപ്പ് സംഭവിക്കാറുണ്ട്. പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കാം, ചെറിയ മിസ്റ്റേക്സ് സംഭവിച്ചതൊക്കെ ആയിരിക്കാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിലേഷൻഷിപ്പിൽ ഒത്തുപോകാൻ പറ്റില്ല, അവരുടെ രണ്ടുപേരുടെ സ്വഭാവങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും അവിടെ ബ്രേക്കപ്പ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രേക്കപ്പ് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ യഥാർത്ഥമായി പ്രണയിക്കുന്ന ഏതെങ്കിലും ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരാൾക്ക് ബ്രേക്കപ്പിന്റെ വേദന എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ ആ ഒരു ബ്രേക്കപ്പിന്റെ വേദന മറികടക്കുന്ന സ്റ്റേജുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ബ്രേക്കപ്പ് ആയതിനു ശേഷം നമ്മളൊന്ന് മൂവ് ഓൺ ആവാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്ന് വിഷമങ്ങളെല്ലാം മാറി ഒക്കെ വരാനായിട്ടുള്ള ടൈം എത്രയാണ്, ആ സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേജുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഡിനയലാണ്. അതായത് ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് എനിക്കിങ്ങനെ സംഭവിച്ചു, എനിക്കിങ്ങനെ വരാൻ സാധ്യതയില്ല, ഇല്ല എൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവില്ല, ഇത് ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിങ്ങനെ സംഭവിച്ചോ, അതായത് ഇങ്ങനെ ഒരു എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞു, അപ്പം ഇനി ഞങ്ങൾ റിലേഷൻഷിപ്പിലില്ലേ, ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആങ്കർ ആണ്. അതായത് ഈ ഒരു ടൈമിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും, നമ്മളോട് തന്നെ ദേഷ്യം വരികയാണ് ചെയ്യാം. എന്തുകൊണ്ടാണ് എനിക്ക് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ളത്, അപ്പോൾ എന്താണ് ശരിക്കും എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ലാത്തത് കൊണ്ടാണോ, എനിക്ക് അത്രയും പോരായ്മകളുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ വല്ലാത്തൊരു ദേഷ്യം വെറുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുള്ളത്. ബിക്കോസ് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം, നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉള്ളതുകൊണ്ടായിരിക്കും, ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തകൾ നമുക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോട് തന്നെ ദേഷ്യം കാണിക്കും, നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം വരുന്ന ആ ഒരു സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബാർഗൈനിങ് ആണ്. അതായത് ഈ ഒരു സ്റ്റേജിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, എന്തായാലും ഒന്ന് പോയി സംസാരിച്ച് നോക്കാം, ആളുടെ പുറകെ ഒന്ന് പോയി നോക്കാം, ഒന്ന് അപേക്ഷിച്ച് നോക്കാം, ചിലപ്പോൾ റെഡി ആയാലോ, ഇനിയിപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയാലും അല്ലെങ്കിൽ ആളുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ റെഡി ആയാലും, ഒന്നുകൂടി പോയി നോക്കിയാലോ, ഒന്ന് പോയി സംസാരിച്ച് നോക്കിയാലോ, അല്ലെങ്കിൽ അവരുടെ കാലിൽ പിടിച്ചിട്ടാണെങ്കിലും ഒന്ന് ഓക്കെ ആക്കണം, അവരില്ലാതെ പറ്റില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് നമ്മളുടെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇമോഷനാണ്. അതായത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് യാതൊരു ഇമോഷൻസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. അതായത് നമ്മൾ ചെറിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല. അതായത് നമുക്ക് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഇമോഷനും ഇല്ല. കരയണോ എന്ന് അറിയണില്ല, എന്നാൽ ചിരി വരുന്നുണ്ടോ, ചിരിക്കാനും പറ്റുന്നില്ല, മീൻസ് നമുക്ക് ചിരിയില്ല, വിഷമല്ല, അങ്ങനെ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ ഈ ഒരു നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് യാതൊരു ഇമോഷൻസും ഇല്ലാത്തൊരു പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് സന്തോഷമൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല, ഇന്നലെ ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കില്ല, അങ്ങനെയുള്ളൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, എന്താന്ന് പോലും നമുക്ക് അറിയാത്തൊരു സ്റ്റേജ്. അതാണ് നമ്മുടെ ഈ ഒരു നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. അതായത് ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ്. ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞു, ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, അപ്പോൾ അതായത് ഞങ്ങൾ ബ്രേക്കപ്പിലാണ്, ഇനി ഞങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ദെൻ പിന്നീട് നമ്മൾ അങ്ങോട്ട് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുള്ളതാണ്. അവിടെ നിന്നാണ് നമ്മൾ മൂവ് ഓൺ ആവുന്നത്. അപ്പോൾ ഈ ഒരു 5 സ്റ്റേജുകളാണ് സാധാരണ ഒരാളുടെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ലൈഫിൽ നമ്മൾ കാണാറുള്ളത്. അവർക്ക് ഉണ്ടാവുന്ന 5 സ്റ്റേജുകൾ എന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെയല്ലാത്ത, അതായത് ബ്രേക്കപ്പ് ആവാൻ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും സ്റ്റേജുകളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. ഈ ഒരു 5ാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. അപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട്, അതായത് ഇപ്പം നിലവിൽ ബ്രേക്കപ്പായി നിൽക്കുന്ന ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിഷമം എന്ന് പറയുന്നത് വളരെ കഠിനമായിരിക്കും, നമുക്ക് അത്രയും സങ്കടം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 5 സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമലായി, നമുക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മളുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതായത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും, അതായത് ഇതോടെ ലൈഫ് അവസാനിക്കില്ല, നിങ്ങൾക്ക് ഇനിയും ഒരു ജീവിതമുണ്ട്, അപ്പോൾ വേറൊരാളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ആ മുന്നത്തെ റിലേഷൻഷിപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു എന്താ പറയുക, അങ്ങനെ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. അതായത് ആ ഒരാൾ തന്നെ വേണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും.
ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിങ്ങൾക്ക് കഴിയുണ്ടാവില്ല. അപ്പോൾ ഒരു 5 സ്റ്റേജ് കടന്നു പോകാന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ വിഷമം അടക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ ഈ ഒരു 5 സ്റ്റേജ് കടന്നു പോവുക എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നുള്ളത് എനിക്കറിയാം, ആ ഒരാളെ എനിക്ക് വേണം എന്നുള്ളതാണ്. അതായത് എങ്ങനെയെങ്കിലും സംസാരിച്ച് ഓക്കെ ആയാലും എനിക്ക് പ്രശ്നമില്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും പ്രശ്നമില്ല, എനിക്ക് അവരെ കിട്ടണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ എക്സിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ മൈൻഡ് പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മീൻസ് പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്